കൊല്ലത്തിന്റെ ഒച്ചിറ. വലിയ ആസ്മരങ്ങൾ കാറ്റിൽ കളിക്കുന്ന ഈ വിശാല ഭൂമിയിൽ രൂപമില്ലാത്ത ഒരു ദൈവശക്തിയാണ് നിത്യവും നിൽക്കുന്നത്. പക്ഷികളുടെ പാട്ടും കാറ്റിന്റെ സംഗീതവും നിറഞ്ഞ ഈ സ്ഥലത്ത് ഒരു അനന്തതയുടെ ശാന്തതയുണ്ട്. ആ രാവിലെയായിരുന്നു കിളിയും അമ്മയും ഒച്ചിറയിൽ എത്തിയത്. ചുറ്റും ആളുകൾ ധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ. പക്ഷേ ഒരു ശ്രീകോവിലും ഒരു ദേവപ്രതിമയും ഇല്ല. അത് കണ്ട കിളി കൗതുകത്തോടെ ചിരിച്ചു. അവന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. അമ്മേ, ക്ഷേത്രം എവിടെയാണ്? അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. മകനെ, ഇവിടെ ദൈവം രൂപത്തിലല്ല. ദൈവം എല്ലായിടത്തുമുള്ള പരബ്രഹ്മം തന്നെയാണ്. ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന ഒരു മൂപ്പൻ അവരുടെ സംഭാഷണം കേട്ടതുപോലെ മൃദുവായി തല ഉയർത്തി. കണ്ണുകളിൽ ഒരു പ്രകാശം. മുഖത്ത് അയാൾക്കു മാത്രമുള്ള ആഴമുള്ള പുഞ്ചിരി. ഒച്ചിറയുടെ ശക്തി എങ്ങനെയുണ്ടായതെന്ന് കേൾക്കണോ? അവൻ ചോദിച്ചു. കിളി തല കുനിച്ചു. അവന്റെ കൗതുകം അതിരില്ലാതെ. മൂപ്പന്റെ ശബ്ദം മങ്ങിപ്പോകുമ്പോൾ കാലം പതുക്കെ പിന്നോട്ടൊരു യാത്ര തുടങ്ങി. യുദ്ധത്തിന്റെ പുക നിറഞ്ഞ നൂറുകണക്കിന് വർഷങ്ങൾക്കു മുൻപേക്ക്. അന്ന് കായംകുളം രാജ്യവും തിരുവിതാംകൂറും ഭീകരമായ യുദ്ധത്തിലായിരുന്നു. യുദ്ധത്തിനു മുൻപ് സൈനികർ ഈ അതേ ഒച്ചിറഭൂമിയിലാണ് വന്നു നിൽക്കിയത്. രൂപമില്ലാത്ത ദൈവത്തെ, പരബ്രഹ്മത്തെ അവർ പ്രാർത്ഥിച്ചു. ഒരു ധീരസേനാനി തന്റെ വാൾ ഭൂമിയിൽ കുത്തി. പരബ്രഹ്മേ, ഞങ്ങളോടൊപ്പം നിൽക്കണമേ എന്നോ അപേക്ഷിച്ചു. അന്ന് ആൽമരങ്ങളിൽ കാറ്റു വീശി. ഭൂമി തന്നെ ശ്വാസമെടുക്കുന്നതുപോലെ. ഒരു ശക്തി, ഒരു ശാന്തം, ഒരു സാന്നിധ്യം അവന്റെ മനസ്സിനകത്ത് തെളിഞ്ഞു. അന്ന് സേനാനിയെ തേടി എത്തിയ ആ സാന്നിധ്യം ഒരു രൂപവുമല്ല, ഒരു പ്രതിമയുമല്ല, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പരമശക്തി തന്നെയായിരുന്നു. അത് പിന്നീടാണ് ഒച്ചിറയിൽ ദേവനെ രൂപമില്ലാതെ ആരാധിക്കാൻ ആളുകൾ തുടങ്ങിയത്. യുദ്ധം കഴിഞ്ഞപ്പോൾ സേനാനികൾ നന്ദിയോടെ കാളകളെ വഴിപാടായി സമർപ്പിച്ചു. കാലക്രമത്തിൽ അത് ഒച്ചിറ കലിയായി മാറി. വെള്ളം നിറച്ച പാടങ്ങളിൽ നടക്കുന്ന സാഹസത്തിന്റെയും ഐക്യത്തിന്റെയും കളിയുദ്ധമായി. മൂപ്പൻ കഥ അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ചുറ്റും കാറ്റ് വീണ്ടും ഉയർന്നു. ആൽപ്പനകൾ അലിഞ്ഞൊഴുകി. കിളി ആ വിസ്മയത്തിൽ വിറച്ചു. മകനെ, ദൈവം ഒരു മന്ദിരത്തിൽ ഒതുങ്ങുന്നില്ല. മൂപ്പൻ പറഞ്ഞു. ദൈവം ഇവിടെ. അവൻ നെഞ്ചിൽ കൈവച്ചു. അവിടെ. അവൻ ആകാശം ചൂണ്ടി. എല്ലായിടത്തും. കിളി തല ഉയർത്തി നോക്കുമ്പോൾ മൂപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് കിളി ആലോചനയിൽ മുങ്ങി. ദൈവം രൂപമല്ല. ദൈവം ഒരു സ്ഥലം മാത്രവും അല്ല. നമ്മളിൽ തന്നെയും, പ്രകൃതിയിലും അനന്തതയിലും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് ദൈവം എന്നൊരു സത്യം അവൻ മനസ്സിലാക്കി. ഒച്ചിറ രൂപമില്ലാത്ത ദൈവത്തിന്റെ നാഥഭൂമി. പരബ്രഹ്മത്തിന്റെ നിശബ്ദമായ സാന്നിധ്യം. എപ്പോഴും കേൾക്കുന്ന ഒരു ഭൂമി.